Good morning, students. Welcome to today's class. Today we are discussing about design techniques for linear phase FIR filter. Okay, so different design techniques are designing under this section. So there are three well-known design techniques for linear phase FIR filter. First one is Fourier series method and window method. Then second one is frequency sampling method, and third one is optical filter design methods. Today in this section, we are studying about Fourier series method. Okay. In our syllabus, we are discussing about Fourier series method, window method, and frequency sampling method. Now we are discussing about Fourier series method. Okay. Fourier series method of designing FIR filter. So series method use ചെയ്തിട്ട് FIR filters എങ്ങനെ design ചെയ്യുന്നു. Okay. So Fourier series വരുമ്പോൾ the frequency domain like. Okay. Now the frequency response h of e raised j omega of a system is periodic in 2 pi. From Fourier series analysis, we know that any periodic function can be expressed as a linear combination of complex exponential. So ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് അതായത് ലീനിയർ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഫോറിയർ സീരീസ്. അതായത് നമ്മുടെ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഫോറിയർ സീരീസ് മെത്തേഡ്. അതായത് ഫ്രീക്വൻസി റെസ്പോൺസ് എടുത്തിട്ട് അതിൻ്റെ ഫോറിയർ സീരീസ് അനലൈസ് ചെയ്യും. എന്നിട്ട് ഫോറിയർ സീരീസിലാണ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്, സീരീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്. സോ ഫോർ ദാറ്റ് വി ഫസ്റ്റ് want to discuss frequency response of FIR filter. So FIR filterന്റെ frequency response Fourier സീരീസിന്റെ കേസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ this is the equation for frequency response of FIR filter represented in Fourier series form. Fourier series formൽ FIR filtersന്റെ frequency response ഇങ്ങനെയാണ് ht e raised to j omega. This is the desired response. Okay, desired response. നമുക്ക് ആവശ്യമുള്ള റെസ്പോൺസ് ആയതുകൊണ്ട് എച്ച് ടി എന്ന് കൊടുക്കുന്നു. സോ എച്ച് ടി ഇ റേസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ടി ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. സോ എച്ച് ഓഫ് സെഡ് എന്നുള്ളത് സെഡ് ഇസ് റീപ്ലേസ് ബൈ ഇ റേസ് ടു ഒമേഗ, സെയിം ഇക്വേഷൻ ആണ്. സോ എച്ച് ടി ഓഫ് ഇ റേസ് ടു ഒമേഗ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ടി ഓഫ് എൻ ഇൻറ്റു ഇ റേസ് മൈനസ് ജെ ഒമേഗ. ഫ്രം ദിസ് വി ഹാവ് ടു ഫൈൻഡ് ഫോറിയർ സീരീസ് കോഎഫിഷ്യൻറ്റ് എച്ച് ഡി ഓഫ് എൻ. ഇതിൽ നമുക്ക് എച്ച് ഡി ഓഫ് എൻ കാണണം, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ നമ്മുടെ ഈ സീരീസ് കോഎഫിഷ്യൻറ്റ് ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻ്റ് ആയ എച്ച് ഡി ഓഫ് എൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എച്ച് ഡി ഓഫ് എൻ. നൗ എച്ച് ഡി ഓഫ് എൻ എന്ന് പറയുമ്പോൾ ആർ ദ ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ ഫിൽട്ടർ. ഇത് ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് എച്ച് ഡി ഓഫ് ഇറേസ് ജെ ഒമേഗ. ഈ എച്ച് ഡി ഓഫ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ്, ദാറ്റ് ഈസ് ഡി ഡിസൈഡ് റെസ്പോൺസ്, ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ ഫിൽട്ടർ. അപ്പോൾ എച്ച് ഡി ഇറേസ് ജെ ഒമേഗയിൽ നമുക്ക് എന്ത് കാണണം? എച്ച് ഡി ഓഫ് എൻ കാണണം. സോ എച്ച് ഡി ഓഫ് എൻ കാണാനുള്ള ഇക്വേഷൻ, സോ Fourier series method ആയതുകൊണ്ട് ഇന്റഗ്രൽ ഫോം. സോ എച്ച് ഡി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/2 പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എച്ച് ഡി ഓഫ് ഇറേസ് ജെ ഒമേഗ. ദിസ് ഇസ് എച്ച് ഡി ഓഫ് ഇറേസ് ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ഈ മൈനസ് ഉണ്ടായിട്ട് പ്ലസ് ഇ റേസ് ടു പ്ലസ് ജെ ഒമേഗ എൻ ഡി ഒമേഗ, ബിക്കോസ് ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഫോം. Okay, so this is the main two equation in this section. So you have to study these two equations, that is h d of e raised to omega is equal to sigma n equal to minus infinity to infinity h d of n e raised minus j omega n. And for finding the filter coefficient or Fourier coefficient h d of n, we have h d of n is equal to 1/pi integral minus pi to pi 1/2 pi integral minus pi to pi h d of e raised j omega into e raised to j omega n d omega. Okay, then next Z transform is equal to Z transform. H of Z is equal to അതായത് ഈ ഒരു സംഭവത്തിന് ഇറേസ് ചെയ്യാൻ ഒമേഗനെ Z ആയിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. സോ Z transform is given by H of Z is equal to sigma n equal to minus infinity to infinity H d of n Z raised to minus n. Okay, so ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിൻ്റെ എന്ത് കാണാം? ഫിൽട്ടർ കോഎഫിഷ്യൻ്റ് കാണാം, ഫൊറിയർ കോഎഫിഷ്യൻസ് കണ്ടു. ദെൻ 6.4 represent a non-causal digital filter of infinite duration. To get an FIR filter function, the series can be truncated by saying. അപ്പോൾ ഇനി സീരീസ് നമുക്ക് ട്രങ്കേറ്റ് ചെയ്യണം. സോ ട്രങ്കേറ്റ് ചെയ്യുന്ന ഒരു
സ്റ്റെപ്പാണ് നെക്സ്റ്റ്. അപ്പോൾ HDFN കണ്ടു. ഇനി HDFN എന്ന് പറയുമ്പോൾ HDFN ആണ്, ഡിസൈഡ്. അപ്പോൾ അതിനെ സീരീസിനെ നമുക്ക് തന്ന എന്നിൻ്റെ വാല്യൂ വെച്ചിട്ട് അതിനെ ട്രങ്കേറ്റ് ചെയ്താൽ നമുക്ക് HFN കിട്ടും. ഓക്കെ, സോ HFN is equal to HDFN for n less than is equal to n minus 1/2. സോ എന്നിൻ്റെ വാല്യൂ 10, 20, 11, 12, 13 അങ്ങനെ 5, 6 അങ്ങനെ എന്നിൻ്റെ എന്ത് വാല്യൂ തന്നാലും എന്നിൻ്റെ വാല്യൂയിലോട്ട് അതിന് ട്രങ്കേറ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ദാറ്റ് ഇസ് HFN is equal to. സോ തേർഡ് സ്റ്റെപ്പ് ഈസ് ട്രങ്കേറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ തന്നിട്ടില്ല. സെക്കൻഡ് സ്റ്റെപ്പ് HDFN കാണാം, ഇമ്പൾസ് റെസ്പോൺസ്. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ട്രങ്കേറ്റഡ് വേർഷൻ കാണാം. സോ HFN is equal to HDFN for n less than is equal to n minus 1/2, 0 otherwise. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് HFZ. സോ HFN നമുക്ക് കിട്ടി അല്ലേ. ഈ HFNന്റെ കറസ്പോണ്ടിങ് HFZ കാണാം. സോ HFZ കാണാനുള്ള ഇക്വേഷൻ H is equal to minus n. സോ ഈ n minus 1/2 ആണ് നമ്മുടെ എന്ത് അതിൻ്റെ വേർഷൻ, അതായത് പകുതി എടുത്തു. ഇപ്പോൾ 11 ആണെങ്കിൽ 11 minus 1/2 പറയുമ്പോൾ 5, അതായത് പകുതി വരെ ഇട്ടു. അതിൻ്റെ ഒരു ഹാഫ് എടുത്തു. ഒരു ഹാഫ് എടുത്തിട്ട് അതിനൊരു സൈഡ് മുതൽ അടുത്ത സൈഡ് വരെ എന്ത് ചെയ്താൽ മതി, സമ്മേഷൻ ചെയ്താൽ മതി. സോ അതിൻ്റെ സെൻട്രൽ പോർഷൻ എടുത്തിട്ട് HFZ is equal to H is equal to ഈ H എങ്ങനെ ഇവിടെ മുതൽ, സോ മൈനസ് n minus 1/2 to minus n minus 1/2 to plus n minus 1/2 വരെ സമ്മേഷൻ ചെയ്യുക. H is equal to minus n minus 1/2 to plus n minus 1/2. എന്നിട്ട് ഈ HFN z raised to minus n. സോ ഈ ഒരു HDFN നമ്മൾ HFN ട്രങ്കേറ്റ് ചെയ്തു വിത്ത് n minus 1/2 എന്നിൻ്റെ വാല്യൂ കൊടുത്തിട്ട്. എന്നിട്ട് HFZ നമുക്ക് കാണാം. HFNന്റെ കറസ്പോണ്ട് HFZ കാണാന്ന് പറഞ്ഞാൽ n equal to H is equal to minus n minus 1/2 to plus n minus 1/2 into HFN z raised to minus n. ഓക്കെ, നൗ ഈ ഒരു ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലോട്ട് ഈ വാല്യൂ കൊടുക്കുക. H ഫസ്റ്റ് ഞാൻ അപ്പർ ലിമിറ്റ് മുതൽ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് n minus 1/2 കൊടുത്തു. സോ n equal to n minus 1/2 കൊടുക്കുകയാണെങ്കിൽ H of n റീപ്ലേസ് ചെയ്ത് n minus n/2 കൊടുക്കണം. സോ H of n minus 1/2 into z minus n പകരം n is replaced by n minus 1/2. സോ z minus n minus n/2 പ്ലസ് എക്സെട്ര പ്ലസ്. അപ്പോൾ n minus 1/2 ഒരു പോസിറ്റീവ് ഇങ്ങനെ വന്ന് അതിൻ്റെ സെൻട്രൽ പോർഷനിലെത്തും. H of 0 വരും. പിന്നെ H of ഓക്കെ പോസിറ്റീവ് എന്ന് വന്നു. പിന്നെ 2, 3 n minus 1 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ആക്സിസ് വിചാരിക്കുക. ആക്സിൽ സെൻട്രൽ പോർഷൻ n minus 1/2 വരുമ്പോൾ പോസിറ്റീവ് സൈഡ് ആലോചിക്കുക. എന്നിട്ട് അതിൽ നിന്ന് n minus 2 വരും, n minus 3, n minus 4 അങ്ങനെ വന്നിട്ട് n സ്ക്വയർ വരും, n of 2 വരും, n of 3 വരും, n of 2 വരും, n of 1 വരും, n of 0 വരും. അപ്പോൾ ആ ഒരു ആക്സിൽ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് n of 0 കഴിഞ്ഞാൽ നെക്സ്റ്റ് മൈനസ് ആണ്. H of minus n വരും, minus 2 വരും, minus 3 വരും, അങ്ങനെ എക്സെട്ര മൈനസ് n minus 1/2 വരെ. സോ ഒരു ആക്സിസ് വരികയാണെങ്കിൽ പോസിറ്റീവ് ഒരു ആക്സിസ് ഇങ്ങനെ ഒരു ആക്സിസ് വരികയാണെങ്കിൽ ഇവിടെ ദിസ് ഇസ് ദ 0 ആണെങ്കിൽ ഇവിടെ n minus 1/2 ആണെങ്കിൽ ഇത് 0 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ n minus 1 H of 0, H of 1, H of 0 വരും. H of 0 കഴിഞ്ഞാൽ H of 1, H of 2, H of 3 എക്സെട്ര H of n minus 1/2 വരെയാണ് നമ്മൾ ഇതിനെ ലിമിറ്റ് ചെയ്യുക. സോ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് n minus 2 ആവും. ദെൻ എക്സെട്ര പ്ലസ് പിന്നെ H of 1 നോക്കാം. എക്സെട്ര പ്ലസ് n equal to 1 കൊടുത്താൽ ഓക്കെ n equal to 1 കൊടുത്ത H of 1 into z raised to minus 1 plus 0 H of 0 z raised to minus 0 പറയുമ്പോൾ 1 ആണ്. സോ H of 0 plus n equal to minus 1 കൊടുക്കുമ്പോൾ H of minus n z raised z minus 2 ആണെങ്കിൽ H of minus 2 z square. അപ്പോൾ മൈനസ് 2 വരുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് 2 ആവും. ദെൻ H is equal to 3 ആണെങ്കിൽ H of minus 3 ആണെങ്കിൽ H of minus 3 into മൈനസ് വരുമ്പോൾ z ക്യൂബ് എക്സെട്ര പ്ലസ് ഇനി n minus 1/2 അവിടെ വരെ എത്തി. ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈ ടൈം ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലെത്തി. സോ ലെഫ്റ്റ് സൈഡ് മൈനസ് n minus 1/2. സോ H of minus n minus 1/2 into z മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. സോ n minus 1/2 ഇങ്ങനെ കിട്ടി. ഓക്കെ, ഈ ഒരു വാല്യൂന്ന് നമുക്ക് ഈ H of 0 മാത്രമേ z-ന്റെ ടേം ഇല്ലാത്തുള്ളൂ. സോ വി ടേക്ക് H of 0 ഔട്ട്സൈഡ്. സോ H of 0 ഔട്ട്സൈഡ് അല്ല, H of 0 പ്ലസ് ബാക്കിയൊക്കെ z-ന്റെ ടേം ആയതുകൊണ്ട് H of 0 പ്ലസ് സിഗ്മ 1 മുതലാണ് പോകുന്നത് അല്ലേ. H of 0ന്റെ ഇപ്പുറത്തുനിന്ന് 1, 2, 3 ആണ് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പുറത്തുനിന്ന് മൈനസ് 1, 2, 3 ആണ് പോകുന്നത്. സോ വി ഹാവ് H of 0 പ്ലസ് സിഗ്മ എന്നിന്റെ വാല്യൂ n equal to 1 to
1 2 3 ഇത് വരെ പോകുന്നുണ്ട്, n-1/2 വരെ പോകുന്നുണ്ട് ഒരു സൈഡ്. ഈ HF0നെ രണ്ട് സൈഡാക്കി എടുത്താൽ HF0ന്റെ ഈ സൈഡിൽ HF1 2 3 4 അപ് ടു HF(n-1/2), HF0ന്റെ ഈ സൈഡിൽ HF-1 -2 എക്സെട്ര -n-1/2. സോ സിഗ്മ n ഈക്വൽ ടു 1 to n-1/2 n-1/2 എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക n-1/2. ഈ ഒരു എന്നിന്റെ ലിമിറ്റ് മാത്രം അങ്ങനെ ആയി. പിന്നെ എച്ചിന്റെ വാല്യൂ എങ്ങനെ വരുന്നത്? HF ഈ ഒരു ഭാഗത്ത് എച്ച് എങ്ങനെ വരുന്നത്? ഈ ഒരു സൈഡിൽ എച്ച് എങ്ങനെ വരുന്നത് വെച്ചാൽ H1 2 3 അല്ലേ. സോ HF(n) into z⁻⁻n അല്ലേ. 1 z⁻⁻1 2 z⁻⁻2. സോ HF1 z⁻⁻1 എന്നുള്ള n കൊടുക്കുമ്പോൾ HF(n) into z⁻⁻n പ്ലസ് ഈ ഒരു ടേമിൽ HF-n into z⁻+n വരുന്നത്. സോ HF-n into z⁻+n. സോ ഈ ഒരു ഇതിനെ നമുക്ക് ഇങ്ങനെ ആക്കി എഴുതാം. HF0 സെൻട്രൽ പോർഷൻ അങ്ങനെ എഴുതി പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to n-1/2 എന്നിട്ട് HF1 എന്നുള്ള HF(n) z⁻⁻n പ്ലസ് HF-n z⁻+n ആ ഒരു രീതിയിൽ എഴുതി. ഇനി നെക്സ്റ്റ് for a symmetrical impulse response having symmetry at n equal to 0. n equal to 0 സിമെട്രി എന്ന് പറഞ്ഞു അല്ലേ. ഈ ഒരു n equal to 0 ഇവിടെയും സിമെട്രി ആണ്. സോ വി ഹാവ് HF-n is equal to HF(n). സോ n equal to 0 ഈ HF0 ഈ രണ്ട് സൈഡ് നോക്കുമ്പോൾ സിമെട്രി ആണ്. സോ വി ഹാവ് HF-n is equal to HF(n). സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ്, ഇപ്പൊ ഈ HF-n പകരം HF(n) ആയി. സോ ഈ HF(n)നെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് എടുക്കാം, ഈ സിഗ്മെന്റ് പുറത്തേക്ക് എടുക്കാം. സോ HF0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to n-1/2 HF(n) പുറത്തെടുത്തു. പിന്നെ എന്താ കിട്ടുക? Z(n) പ്ലസ് Z(-n) കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ. സോ ഇത് നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. HF(z) is equal to HF0 plus sigma n equal to 1 to n-1/2 HF(n) into z⁻n plus z⁻n. The above transfer function is not physically realizable. So realizability can be brought by multiplying this with z minus n-1/2. ഇത് പ്രാക്ടിക്കലി റിയലൈസബിൾ അല്ല. സോ ഇത് പ്രാക്ടിക്കലി റിയലൈസബിൾ ആക്കണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് മൈനസ് ചെയ്താൽ മതി? എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? z⁻n-1/2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ h' is equal to z⁻n-1/2 into ഈ h(z). ഓക്കെ, ഇനി h(z)ന്റെ വാല്യൂ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കും. z⁻n-1/2 into h(z)ന്റെ വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫിൽട്ടർ റെസ്പോൺസ് കാണുന്നത് ബൈ യൂസിങ് ഫോറിയർ സീരീസ് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻ ദ സെൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് 4 ഫിൽറ്റേഴ്സിൻ്റെയും ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 ഫിൽറ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലോ പാസ് ഫിൽറ്ററിൻ്റെ, ഹൈ പാസ് ഫിൽറ്ററിൻ്റെ, ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ, ബാൻഡ് റിജക്ട് ഫിൽറ്ററിൻ്റെ, ഇതെല്ലാം ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഡിസൈൻ ആൻഡ് ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഡിസൈൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ലോ പാസ് ഫിൽറ്റർ നോക്കാം. ഡിസൈൻ ആൻ ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ വിത്ത് എ ഫ്രീക്വൻസി റെസ്പോൺസ് HD e⁻j⁻ is equal to 1 for -π/2 less than or equal to omega less than or equal to π/2. So omega എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, then 0 for all other values. Okay, then find the values HF(n) for n equal to 11. n equal to 11 ഉള്ള വാല്യൂസ് നമുക്ക് കാണണം. HF(n)ന്റെ വാല്യൂസ് കാണണം കേട്ടോ. HDF(n) അല്ല, HF(n)ന്റെ വാല്യൂസ്. ആൻഡ് ഫൈൻഡ് HF(z) കാണണം. Then next plot the magnitude response. HF(z) എന്ന് പറയുമ്പോൾ ഈ ഒരു HF(z). ഓക്കെ, ഈ HF(z) കാണണം, എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്. ലാസ്റ്റ് HF(z) പ്രാക്ടിക്കലി റിയലൈസബിൾ ആണ്, H'(z) വരെ കാണണം. ഓക്കെ, അപ്പോൾ ഈ ഇതുവരെ നമ്മൾ പറഞ്ഞ തിയറി യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നമ്മൾ അതുപോലെ എടുത്തെഴുതി. ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽട്ടർ അറ്റ് ഒമേഗ സി കട്ട് ഓഫ് ഫ്രീക്വൻസി π/2 ആണ്. സോ HDF e⁻j⁻ given 1. ഓക്കെ, ആ ഒരു ഇക്വേഷൻ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തെഴുതി. ഇനി ഇതിൽ നമ്മൾ 4 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതാണോ ഫിൽട്ടർ തന്നിട്ട് അതിൻ്റെ ഫിൽട്ടർ റെസ്പോൺസ് വരയ്ക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്കറിയാം HE⁻j⁻ ആണ് തന്നിട്ടുള്ളത്. HD e⁻j⁻, അതിന് എന്ത് കാണണം? ഇമ്പൾസ് റെസ്പോൺസ് ആയ സ്മോൾ h⁻ കാണണം, ഓർ സ്മോൾ h(n) കാണണം, HD(n) കാണണം. സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് അതിനെ ട്രങ്കേറ്റ് ചെയ്യണം. സോ HF(n) is equal to HDF(n) is less than or equal to n-1/2 എന്നുള്ള രീതിയിൽ അതിനെ ട്രങ്കേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് തേർഡ് സ്റ്റെപ്പ്. ദെൻ വി ഹാവ് ഫോർത്ത് സ്റ്റെപ്പിൽ HF(z) കാണണം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ HF(z) കാണണം. ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പ് ഉള്ളത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ ലോ പാസ് ഫിൽട്ടർ കാണണം. സോ ലോ പാസ് ഫിൽട്ടർ പറയുമ്പോൾ -π/2 to π/2
ആംപ്ലിറ്റ്യൂഡ് 1, അത് 0. സോ നമ്മൾ ലോ പാസ് ഫിൽറ്റർ എച്ച് ഡി, ഓക്കെ, ഈ ഒമേഗ എക്സ് ആക്സിലും എച്ച് ഡി ഒമേഗ വൈ ആക്സിലും, ഓക്കെ, നമുക്ക് തന്ന എച്ച് ഡി ഒമേഗ വൈ ആക്സിലും ഒമേഗ എക്സ് ആക്സിലും എടുക്കുകയാണെങ്കിൽ -π/2 to π/2 നമ്മൾ ഒരു ലോ പാസ് ഫിൽറ്റർ വെച്ചു. ഓക്കെ, ലോ പാസ് ഫിൽറ്റർ ആണ്. സോ 0 നോക്കുകയാണെങ്കിൽ സിമെട്രി ആണ് അല്ലെ. 0 നോക്കുകയാണെങ്കിൽ ലോവർ ഫ്രീക്വൻസീസിനെ, അതുപോലെ തന്നെ ഈ സിമെട്രി നോക്കുക 0 നോക്കുകയാണെങ്കിൽ ലോ ഫ്രീക്വൻസീസിനെ മാത്രം പാസ് ചെയ്യുന്നുള്ളൂ. അത് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നില്ല, പാസ് ചെയ്യുന്നില്ല, ബ്ലോക്ക് ചെയ്യുന്നു. സോ ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ ഫസ്റ്റ് നമുക്കൊന്ന് വരയ്ക്കാം. ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ്, ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈ എച്ച് ഡി ഒമേഗന്റെ കറസ്പോണ്ടിങ് എച്ച് ഓഫ് എൻ കാണണം. സോ വി ഹാവ് എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ കാണാം. എച്ച് ഡി ഒമേഗയുടെ എച്ച് ഡി ഓഫ് എൻ കാണാം. എച്ച് ഡി ഓഫ് എൻ കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു എന്ത്, 1/2π ഇന്റഗ്രൽ -π to π എച്ച് ഡി ഒമേഗ ഡി ഒമേഗ. ഓക്കെ, ഇനി നമുക്ക് എച്ച് ഡി ഒമേഗന്റെ വാല്യൂ കൊടുക്കാം. ഓക്കെ, ദിസ് ഇസ് ദ general equation. എച്ച് ഡി ഓഫ് എൻ കാണാനാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ ദിസ് ഇസ് ദ ജനറൽ ഇക്വേഷൻ. എച്ച് ഡി ഓഫ് എൻ ഇസ് -π to π എച്ച് ഡി ഒമേഗ and d omega. ഓക്കെ, then നെക്സ്റ്റ് എച്ച് ഡി ഒമേഗയുടെ വാല്യൂ കൊടുക്കുക. സോ എച്ച് ഡി ഒമേഗ is 1 for the limit -π/2 to π/2. സോ -π to π എന്നുള്ളത് 1/2π -π/2 to π/2 എച്ച് ഡി ഒമേഗ 1 ആണ്. 1 × ഒമേഗ ഡി ഒമേഗ. സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ഓക്കെ, 1/2π അത് അവിടെ നിന്ന് കിട്ടുക. ഒമേഗ എൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ഒമേഗ എൻ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ അല്ലേ. സോ ഒമേഗ എൻ ബൈ ജെ എൻ അല്ലേ. ഒമേഗ എൻ ഡിഫറൻസിയേഷൻ ആണ് ഒമേഗ എൻ ഇൻറ്റു ജെ എൻ ആവും, ജെ ഇൻറ്റു എൻ. അതായത് ആദ്യം ഒമേഗനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ ഈ ഒരു ടേമിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ ടേമിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഇന്റഗ്രേറ്റ് ജെ ഇൻറ്റു എൻ കിട്ടും. സോ ജെ ഒമേഗ എൻ ബൈ ജെ എൻ ആണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക. സോ ഇന്റഗ്രേറ്റ് ചെയ്തു ബൈ ജെ എൻ, ഈ 1/2π കൂടെ ഇത് ബൈ ജെ എൻ ഇൻറ്റു ജെ ഒമേഗ എൻ വിത്ത് ലിമിറ്റ് കൊടുക്കണം അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് π/2 to π -π/2. സോ ജെ ഒമേഗ എൻ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ജെ ഒമേഗ എൻ ബൈ ജെ എൻ കിട്ടി. സോ ബൈ ജെ എൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ജെ ഒമേഗ എന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തു π/2 -π/2. ദെൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് കൊടുക്കുക. സോ 1 ഈ 2jനെ ഞാനൊന്ന് മാറ്റി എഴുതി, അത് നമുക്കൊരാവശ്യമുണ്ട്. സോ ഒന്ന് ക്യാൻസൽ ആയി പോകും. സോ പയ്യനെ വേറെയും 2jനെ വെറുതെ ഒരു ബ്രാക്കറ്റ് ആക്കി ഞാൻ ഒരുമിച്ച് എഴുതി. 2jനെ ഞാൻ ഒരുമിച്ച് എഴുതി. നെക്സ്റ്റ് ഈ ലിമിറ്റ് കൊടുക്കുകയാണ്. ഈ ലിമിറ്റ് ജെ ഒമേഗക്കാണ് ലിമിറ്റ് കൊടുക്കുക. ജെ എൻ ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ ജെ എൻ ഇൻറ്റു അപ്പർ ലിമിറ്റ് π/2. സോ ജെ എൻ π/2 ദാറ്റ് ഇസ് ജെ എൻ π/2 അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് ജെ എൻ ഇൻറ്റു -π/2 ദാറ്റ് ഇസ് ജെ എൻ π/2 ലോവർ ലിമിറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടേം പറഞ്ഞാൽ എന്താ, ജെ തീറ്റ മൈനസ് ജെ തീറ്റ എന്ന് പറഞ്ഞാൽ 2j സൈൻ തീറ്റ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ജെ തീറ്റ പ്ലസ് ജെ തീറ്റ എന്ന് പറയുമ്പോൾ ജെ തീറ്റ ഇവിടെ പ്ലസ് ആണ് വരുന്നെങ്കിൽ പ്ലസ് ജെ തീറ്റ പറയുമ്പോൾ ഇവിടെ /2 വരും. 2 കോസ് തീറ്റ ആണ് കിട്ടുക. പക്ഷെ ഇവിടെ മൈനസ് ആവുമ്പോൾ 2j സൈൻ തീറ്റ ആണ് കിട്ടുക. 2j സൈൻ തീറ്റ. അപ്പോൾ ഈ ഒരു ടേമിന് പകരം നമ്മൾ ഇവിടെ എഴുതണം 2 × j സൈൻ തീറ്റ. സോ 2 × j എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള 2jയും ന്യൂമറേറ്ററിൽ ഇതിന് പകരം 2j സൈൻ തീറ്റ വന്നു. സോ ന്യൂമറേറ്ററിൽ 2jയും ഈ 2jയും ക്യാൻസൽ ചെയ്ത് പോകും. സോ nπ എന്നുണ്ടാവുള്ളൂ. 2j സൈൻ തീറ്റ എന്നാണ്. സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, πn/2. ഓക്കെ, ജെ തീറ്റ മൈനസ് ജെ തീറ്റ പറയുമ്പോൾ 2j സൈൻ തീറ്റ എന്നാണ്. സോ ഹിയർ തീറ്റ ഈസ് nπ/2. Okay, so we get 2j sin nπ/2. ഈ 2jയും മേലുള്ള 2jയും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ sin nπ/2 by nπ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ n ലിമിറ്റ് -∞. So we get hd of n is equal to sin nπ/2 by πn. ഓക്കെ, then next ട്രങ്കേറ്റ് ചെയ്യുക. എച്ച് ഡി ഓഫ് എൻ കിട്ടുക. പിന്നെ നെക്സ്റ്റ് എന്താണ്, ട്രങ്കേറ്റ് ചെയ്യുക. ട്രങ്കേറ്റ് ചെയ്യാൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ n ലെസ് ദാൻ ഇസ് ഈക്വൽ ടു n - 1/2. സോ ട്രങ്കേറ്റ് ചെയ്യാണ്. എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ. എച്ച് ഡി ഓഫ് എൻ എന്ന സൈൻ π/2 n/πn ഫോർ n mod n ലെസ് ദാൻ ഇസ് ഈക്വൽ ടു n - 1/2. ഹിയർ n ഈക്വൽ ടു 11 11 - 1/2 എന്ന് പറയുമ്പോൾ 11 - 1 എന്ന് പറയുമ്പോൾ 10
10 by 2 പറയുമ്പോൾ 5 കിട്ടും. ഓക്കെ, സോ വി ഹാവ് മോഡ് n ലെസ് ദാൻ ഈക്വൽ ടു 5, 0 other 5. സോ ട്രങ്കേറ്റ് ചെയ്തു h of n is equal to h2 of n, that is sin pi by 2 n by pi n for mode n less than is equal to 5, n minus 1 by 2 ആണ് 5 കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എച്ച് ഓഫ് സെഡ് കാണുക ചെയ്യുന്നത് അല്ലെ. ട്രങ്കേറ്റ് ചെയ്തിട്ട് നേരെ എച്ച് ഓഫ് സെഡ് കാണും. എച്ച് ഓഫ് സെഡ് കാണുമ്പോൾ ഇക്വേഷൻ വി ഹാവ് എച്ച് ഓഫ് 0 is equal to, ഇനി എച്ച് ഓഫ് സെഡ് കാണണം. ഓക്കെ, എച്ച് ഓഫ് സെഡ് നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടത്. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to n minus 1 by 2 എച്ച് ഓഫ് n z raised to n plus z raised to minus n. സോ എച്ച് ഓഫ് 0 കാണണം. സോ എച്ച് ഓഫ് 0 കാണാനായി n-ന് 0 ഇടണം. ഓക്കെ, n ഈക്വൽ ടു 0 കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ട്രങ്കേറ്റ് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് വെൻ n ഈക്വൽ ടു 0, ഓക്കെ, ഇയർ n ഈക്വൽ ടു 0 കൊടുക്കുക. സോ എച്ച് ഓഫ് 0 ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു 0, ഈ ഒരു ടേമിന് ലിമിറ്റ് കൊടുത്തിട്ട് n-ന് 0 കൊടുക്കുക. സോ എച്ച് ഓഫ് 0 ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു 0, അല്ലെങ്കിൽ ഇവിടെ എന്ത് വരും അറിയോ, 0/0 വരും. ഡയറക്റ്റ് n-ന് 0 കൊടുക്കണമെങ്കിൽ 0/0 വരും. സോ അത് അങ്ങനെ കേസല്ല, അപ്പൊ നമ്മൾ ലിമിറ്റ് വെച്ചിട്ടാണ് കൊടുക്കുക. സോ n ഈക്വൽ ടു 0, എച്ച് ഓഫ് 0 ആണ് കണ്ടത്. സോ എച്ച് ഓഫ് 0 ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു 0 സൈൻ പൈ ബൈ 2 n ബൈ n പൈ, ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാം, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 ആണെങ്കിൽ സൈൻ തീറ്റ ബൈ തീറ്റ 1 ആണ്. ഓക്കെ, സൈൻ തീറ്റ ബൈ തീറ്റ, അതായത് സൈൻ്റെ ഇവിടെ എന്താണ് വരുന്നത് അതന്നെ ഡിനോമിനേറ്ററിൽ വന്നാൽ ഇത് തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അതിനെ 1 കൊടുക്കാം. ഓക്കെ, ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്, സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1 ഫോർ ലിമിറ്റ് തീറ്റ ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ബൈ തീറ്റ നോക്കുകയാണെങ്കിൽ ഈ തീറ്റ രണ്ട് സെയിം ആണോ, ഇവിടെ n പൈ ബൈ 2 വരും, ഇവിടെ n പൈയേ ഉള്ളൂ. അപ്പൊ അതിന് പകരം എന്ത് ചെയ്താൽ സൈനിന്റെ ഇവിടെ എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമുക്ക് n പൈ ബൈ 2 എന്ന് എഴുതാം. സോ n പൈ ബൈ 2 എന്ന് വരുമ്പോൾ അത് ന്യൂമറേറ്ററിൽ ഇൻറ്റു 2 ആണ്. സോ അത് ക്യാൻസൽ ചെയ്ത് പോകാൻ നമ്മൾ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി ഹാവ് ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം, ഇവിടെ 1/2 ഡിവൈഡ് ചെയ്തും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഡിനോമിനേറ്റർക്ക് പോകും. സോ n/2 ഡിവൈഡ് ചെയ്യും ചെയ്യാം. സോ 1/2 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു 0 സൈൻ n പൈ ബൈ 2 ബൈ n പൈന് പകരം ഇവിടെ ബൈ 2 ചെയ്യുക. ദിസ് ബൈ 2 എന്നാൽ മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലോട്ട് വരുന്നതാണ്. സോ ഈ 2 2 ക്യാൻസൽ ചെയ്താൽ ഈ സെയിം ആണ്. സോ 1/2 ആയിട്ട് ഡിവൈഡും ചെയ്യുക, അതുപോലെ തന്നെ 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ n പൈ ബൈ 2 താഴെ കൊടുക്കുക. സോ ദിസ് ഇൻ ദ ഫോം സൈൻ തീറ്റ ബൈ തീറ്റ. സോ ദിസ് വിൽ ബിക്കം 1, n ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1 ആവും. ഈ എല്ലാ കേസും ഇങ്ങനെ തന്നെയാട്ടോ വരുന്നത്, ലോ പാസോ ഹൈ പാസോ ബാൻഡ് പാസ് ഒക്കെ ഇങ്ങനെ തന്നെ വരുന്നത്. സോ സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറയുമ്പോൾ ദിസ് ഈക്വൽ ടു 1. സോ ഇവിടെ 1 കിട്ടി. സോ 1 ഇൻറ്റു 1/2 1/2. സോ എച്ച് ഓഫ് 0ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1/2 കിട്ടി. ഇനി നമുക്ക് ഓക്കെ, ഇത് വേറെ രീതിയിൽ കാണേണ്ടതാണ്, ഇതിന്റെ ആവശ്യമില്ല കേട്ടോ, ഒരു രീതിയിൽ കണ്ടാൽ മതി. ദെൻ ഫോർ n ഈക്വൽ ടു 1, ഇനി n-ന് ഓരോ വാല്യൂസ് കൊടുക്കുക. നമുക്ക് എന്താ വേണ്ട, എച്ച് ഓഫ് സെഡ് കാണണം. സോ എച്ച് ഓഫ് n-ന് എച്ച് ഓഫ് 1, എച്ച് ഓഫ് 0, എച്ച് ഓഫ് 1, എച്ച് ഓഫ് 2 അങ്ങനെ ഓരോ വാല്യൂസ് കാണണം. n-ന്റെ വാല്യൂ എന്താ ലെസ് ദാൻ ഈക്വൽ ടു 5, എച്ച് ഓഫ് 5 വരെ കാണണം. സോ എച്ച് ഓഫ് 0 കണ്ടു. ദെൻ വെൻ n ഈക്വൽ ടു 1, എച്ച് ഓഫ് 1 ഇസ് ഈക്വൽ ടു n-ന് 1 എടുത്താൽ എന്ത് കിട്ടും, സൈൻ പൈ ബൈ 2 ബൈ പൈ കിട്ടും. ഓക്കെ, n equal to 1 sin pi by 2 by pi. Sin pi by 2 പറഞ്ഞാൽ 1 ആണ്, ബൈ പൈ 1 ബൈ പൈന് 0.3183. ദെൻ എച്ച് ഓഫ് 2 കാണണം. ഓക്കെ, ഇവിടെ മോഡ് n ആണ്. ഫോർ n-ന്റെ വാല്യൂ -1 +2 ആവാം അല്ലേ. സോ നമുക്ക് അതുപോലെ നമുക്കറിയാം ഈ 5/5ലാണ്. അപ്പോൾ ഒരു സൈഡിൽ 5 എലമെന്റ്സ് ഉണ്ടാവും, ഒരു സൈഡിൽ അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള 5 എലമെന്റ്സ്, കാരണം 11 എലമെന്റ്സ് ഉണ്ട്. 11ൽ സെൻട്രൽ പോർഷൻ എച്ച് ഓഫ് 0 കിട്ടും. അപ്പൊ റൈറ്റ് സൈഡിൽ മൊത്തം പോസിറ്റീവ് ആയിട്ടുള്ള എച്ച് ഓഫ് 1, എച്ച് ഓഫ് 2, എച്ച് ഓഫ് 3, എച്ച് ഓഫ് 5 വരെ ഉണ്ടാവും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ അതുപോലെ ഉണ്ടാവും, എച്ച് ഓഫ് -1, -2, -3, -5 വരെ ഉണ്ടാവും. സോ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരുന്നു, -n-1/2 ടു +n-1/2. അപ്പൊ അതുപോലെ ചെയ്യാൻ നമ്മൾ എച്ച് ഓഫ് 0 കണ്ടു. ഇനി എച്ച് ഓഫ് 1ഉം എച്ച് ഓഫ് -1ഉം ഈക്വൽ ആണ്. സോ എച്ച് ഓഫ് 1 ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് -1 ഈക്വൽ ടു ഇത് കിട്ടി. ദെൻ നെക്സ്റ്റ് എച്ച് ഓഫ് 2 ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് -2 ഇസ് ഈക്വൽ ടു സൈൻ n പൈ ബൈ n പൈ. സോ n ഈക്വൽ ടു എന്തായി, സൈൻ n. ഓക്കെ, ഇതാണ് ഇക്വേഷൻ, സൈൻ n പൈ ബൈ 2 ബൈ പൈ n. സോ n ഈക്വൽ ടു 2 കൊടുത്തു. n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ. സോ സൈൻ പൈ ബൈ n ഈക്വൽ ടു 2 സൈൻ പൈ ബൈ 2 പൈ കിട്ടി. സൈൻ പൈ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ 180 0 ആണ്. സോ ഇറ്റ് വിൽ ബി 0. ദെൻ തേർഡ് എച്ച് ഓഫ് 3 is equal to എച്ച് ഓഫ് -3, ദാറ്റ് ഈസ് സൈൻ n പൈ എന്നുള്ളതിന് പകരം n ഈക്വൽ ടു 3 കൊടുത്തു. സോ സൈൻ 3 പൈ ബൈ 2 ബൈ 3 പൈ, ദാറ്റ് ഈസ് സൈൻ 3 പൈ ബൈ 2 പറഞ്ഞാൽ -1 ആണ്. സോ സൈൻ പൈ ബൈ 2, 2 പൈ ബൈ 2, 3 പൈ ബൈ 2 താഴെയാണ് വരിക. സോ -1. സോ -1/3 പൈ, ദാറ്റ് ഈസ് -0.1
106. So h of 3 is equal to h of minus 3 is equal to minus 1.106 കിട്ടി. Then h of 4 is equal to h of minus 4 ആകുമ്പോൾ 4 വരിക 4 pi by 2 that is 2 pi കിട്ടും. Sin 2 pi ഉം 0 ആണ്. So it is 0. Then h of 5 is equal to h of minus 5 is equal to n equal to 5 കൊടുത്ത sin 5 pi by 2 by 5 pi. 5 pi by 2 എന്ന് പറഞ്ഞാൽ pi by 2 തന്നെ വരുന്നത്. So അത് 1 ആണ്. So 1 by 5 pi which is equal to point ഇത് കിട്ടി. Okay. Now we have h of 0 is equal to h of 0 ന്റെ വാല്യൂ ആ ഒരു ഇക്വേഷൻ കൊടുക്കുക. h of 0 is equal h of z is equal to h of 0 plus sigma n equal to 1 to n minus 1 by 2 h of n zn plus z minus n ആ ഒരു രീതിയിൽ കൊടുക്കുക. So which will get n equal to 1 to h of 0 പറഞ്ഞാൽ നമുക്ക് 1 by 2 കിട്ടിയിട്ടുണ്ട്. That is 0.5. Sigma n equal to 1 to n minus 1 by 2 പറഞ്ഞാൽ 5 ആണ്. So 1 to 5 h of n ഇങ്ങനെ കൊടുത്തു. ഇനി നെക്സ്റ്റ് ഇതിന്റെ എല്ലാത്തിന്റെ വാല്യൂ കൊടുക്കാം. So 0.5 plus n equal to 1 ആകുമ്പോൾ h of 1 h of 1 ഉം h of minus 1ന്റെ വാല്യൂ എന്താ 0.3183. Okay, 0.3183 into h1 n equal to 1 ആണ്. So z1 plus z minus 1. Then n equal to 2 വരുമ്പോൾ n equal to 2 വരുമ്പോൾ 0 ആണ്. So 0 ആയിട്ട് പോയി. അപ്പോൾ അത് കൺസിഡർ ചെയ്യണ്ട. Then n equal to 3 വരുമ്പോൾ മൈനസ്. So n equal to 3 minus 1.0106 into n equal to 3 ആണ്. 2 0 ആയിട്ട് പോയി. h of 2 വരുമ്പോൾ 0. അപ്പോൾ ഇതൊക്കെ 0 ആയിട്ട് പോയി. So z3 plus z minus 3. Then h of 4 equal to 0 ആണ്. So 0 into z raised to 4 അത് 0 ആയി പോയി. Then h of 5 ഉണ്ട്. h of 5 is equal to 0.06366 into z raised to 5 plus z raised to minus 5. So this is the transfer function of h of z. h of z ന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് h of z ന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കിട്ടുക. ഇത് റിയലൈസബിൾ അല്ല. സോ പ്രാക്ടിക്കലി റിയലൈസബിൾ ആവാൻ നമുക്ക് എന്ത് ചെയ്യണം z raised to minus n minus 1 by 2 ഇട്ട് h of z നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ. സോ h dash is h of z is equal to z raised to minus n minus 1 by 2 that is z raised to minus 5 കിട്ടും. So this term h of z into z raised to minus 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So we get z raised to minus 5 കൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, z raised minus 5 into ഈ ഒരു ഇക്വേഷൻ ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ. സോ z raised ഒരു ടേം ബൈ ടേം ചെയ്യാം കേട്ടോ. ഇവിടെ ഇതിൽ ഡയറക്റ്റ് ആ ഒരു എന്തിനനുസരിച്ച് പവറിനനുസരിച്ച് എഴുതിയിട്ടുണ്ട്. സോ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. z raised to minus 5 into 0.5 that is 0.5 z raised minus 5 ഇതാ 0.5 z raised minus 5. സോ ഇതിന് വേരിയബിൾസിനനുസരിച്ച് അതായത് പവറിനനുസരിച്ച് ഓർഡറിൽ എഴുതിയതാട്ടോ. ദെൻ നെക്സ്റ്റ് z raised minus 5 into 0.3118 into z that is z raised to 1 ആണ്. So z raised to minus 4 into 0.3183. So z raised to minus 4 into the 0.3183. Okay, ഈ ടേം 4 into 3183. Okay, ഈ ടേം കഴിഞ്ഞു. Then next z raised to minus 5 and z raised to minus 1. That is z raised to minus 6. Z raised to minus 6 into 0.31183. Z raised to minus 6. So we have z raised to minus 6 into 0.3183. Z raised to minus 6. Then next ഈ ടേം ഈ ടേം വരുമ്പോൾ minus 0.106 into z minus 3 plus minus 5 plus 3 that is minus 2. So z raised to minus 2 പറയുമ്പോൾ minus 0.106 z raised to minus 2. Then ഈ ഒരു ടേം z raised to minus 3 plus z raised to minus 5 z raised to minus 8 വരും. So minus 0.106 into z raised to minus 8. Okay, minus 0.106 into z raised to minus 8. Then അപ്പോൾ ഈ ഒരു ടേം കഴിഞ്ഞു. Then next ഈ ടേം ഇവിടെ z raised to 5 ആണ്. So z raised to minus 5 into z raised to 5 constant that is 0.06366 that is 0.06366. Okay, then either into z raised to minus 5 z raised to minus 5 into z raised to minus 5 and z raised to 5 minus 5 plus minus 5 that is z raised to minus 10. So plus 0.06366 into z raised minus 10 that is 0.0666 into z raised minus 10. Okay, അങ്ങനെ ഇതിന്റെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ടേം ഫസ്റ്റ് ചെയ്ത് z raised to 1 ഇല്ല. സോ z സ്ക്വയറിന്റെ ടേം എഴുതി. z raised to 3 ഇല്ല. z raised to 4ന്റെ ടേം, z raised to 5ന്റെ ടേം, 6 7 ഇല്ല. 8ന്റെ ടേം, 10. ഓക്കെ, 9 ഇല്ല. 10ന്റെ ടേം. So from the above equation the filter coefficients ഈ കോസൽ ഫിൽറ്ററിന്റെ ഫിൽറ്റർ കോഎഫിഷ്യൻസ് നമുക്ക് എഴുതാം. ഓക്കെ, ഫിൽറ്റർ കോഎഫിഷ്യൻസ് ഒക്കെ ഈക്വൽ ആണ്. സോ filter coefficients first മുതൽ ഞാൻ എഴുതാം. filter coefficients this is h of 0.
എച്ച് ഓഫ് സീറോ പറഞ്ഞാൽ എച്ച് ഓഫ് സീറോന്റെ കോഎഫിഷ്യന്റ് ആണ് 0.06366. വേറെ ഇതുപോലെ കോഎഫിഷ്യന്റ് ഉണ്ടോ? ഇത് 0.06. സോ filter coefficient of h of 0 is equal to h of 10. അല്ലെ, z raised to minus 10 എന്ന് പറയുമ്പോൾ മൈനസ് 10 ആണ്. സോ here n equal to 10 ആണ്. സോ h of 0 is equal to h of 10 is equal to 0.06366. ഇങ്ങനെ കിട്ടി. ഓക്കെ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഈക്വൽ ആണ്. ഓക്കെ, ഹിയർ എച്ച് ഓഫ് 1 ഉണ്ടോ? ഇല്ല. ഇവിടെ എച്ച് ഓഫ് 9 ഉണ്ടോ? ഇല്ല. സോ എച്ച് ഓഫ് 9ഉം എച്ച് ഓഫ് 1ഉം ഈക്വൽ ആണ്. സോ എച്ച് ഓഫ് 1 ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് 9 ഈക്വൽ ടു ഇവിടെ എന്താ 0, കോഎഫിഷ്യന്റ് ഇല്ല, സോ 0. ദെൻ എച്ച് ഓഫ് 2ഉം അതുപോലെ തന്നെ -8ഉം എച്ച് ഓഫ് 8ഉം ഈക്വൽ ആണ്. സോ -0.106 ആണ്. സോ എച്ച് ഓഫ് 2 is equal to എച്ച് ഓഫ് 8 is equal to -0.106. ദെൻ നെക്സ്റ്റ് എച്ച് ഓഫ് 3 ഇവിടെ ഇല്ല, അതുപോലെ തന്നെ എച്ച് ഓഫ് 7 ഇല്ല. ഓക്കെ, സോ എച്ച് ഓഫ് 3 is equal to എച്ച് ഓഫ് 7 is equal to 0. ദെൻ എച്ച് ഓഫ് 4 is equal to എച്ച് ഓഫ് 6 is equal to രണ്ട് സെയിം ആണ് പ്ലസ് 0.3183. ദെൻ എച്ച് ഓഫ് 5 is equal to 0.5. എച്ച് ഓഫ് 5 1 ഉള്ളൂ, ദാറ്റ് ഇസ് equal to 0.5. സോ നമുക്ക് ഈ ഫിൽട്ടർ കോഎഫിഷ്യന്റ് എല്ലാ കോഎഫിഷ്യൻസ് കിട്ടി അല്ലേ? എച്ച് ഓഫ് 0 മുതൽ എച്ച് ഓഫ് 10 വരെയുള്ള കോഎഫിഷ്യൻസ് കിട്ടി. ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ഗിവൺ ബൈ. ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കാണണം. ഓക്കെ, now frequency response is given by ഇപ്പോൾ എച്ച് ഓഫ് എന്നിന്റെ ഫുൾ വാല്യൂസ് കിട്ടി. ഇത് യൂസ് ചെയ്തിട്ട് ഫ്രീക്വൻസി റെസ്പോൺസ്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഇ റേസ്ഡ് ടു ഒമേഗ ഓർ എച്ച് ബാർ ഓഫ് ഇ റേസ്ഡ് ടു ഒമേഗ. ദെൻ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്, നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കാണാനില്ലേ? സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ഇ റേസ്ഡ് ടു ഒമേഗ ഇസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to 5 0 to n-1/2 എന്നാണ്. ദെൻ എയർ ഓഫ് n ഇൻറ്റു കോസ് ഒമേഗ n. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് അതിൽ കാണാൻ പറഞ്ഞിരുന്നു. ഫ്രീക്വൻസി റെസ്പോൺസിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ദാറ്റ് ഈസ് എച്ച് ഓഫ് ഇ റേസ്ഡ് ടു ഒമേഗ മോഡ് എച്ച് ഓഫ് ഇ റേസ്ഡ് ടു ഒമേഗ കണ്ടുപിടിക്കാൻ എച്ച് ബാർ ഓഫ് ഇ റേസ്ഡ് ടു ഒമേഗ കാണണം. എച്ച് ബാർ ഓഫ് ഇ റേസ്ഡ് ടു ഒമേഗ സിഗ്മ n ഈക്വൽ ടു 0 to n. ഈ ഒരു ഇക്വേഷൻ പഠിക്കണം, എ ഓഫ് n ഇൻറ്റു കോസ് ഒമേഗ n. ഓക്കെ, സോ ഫ്രം ഹിയർ we have a of 0 എന്ന് പറഞ്ഞാൽ a of 0 കാണാനുള്ള ഇക്വേഷൻ h of n-1/2 എന്നാണ്. that is h of 5 that is equal to 0.5. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്റെ വാല്യൂസ് കാണാം. ഇവിടെ നമുക്ക് എച്ചിന്റെ വാല്യൂസാണ് കിട്ടിയത്. ഇനി നമുക്ക് എന്റെ വാല്യൂസ് കാണാൻ എ ഓഫ് 0 കാണാനുള്ള ഇക്വേഷൻ h of n-1/2 that is h of 5 that is equal to h of 5ന്റെ വാല്യൂ ഇവിടെ എന്താ 0.5. ഓക്കെ, h of 5 equal to 0.5 ആണ്. സോ we have h of 5 equal to 0.5. Then next a of n other values കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ? a of 0 കാണാൻ h of n-1/2. then a of 1 a of 2 a of 3 h of a of 5 വരെ കാണാനുള്ള ഇക്വേഷൻ ആണ് a of n is equal to 2h into n-1/2. so from this we can find a of 1 is equal to 2h into n-1/2 പറഞ്ഞാൽ 5 ആണ്. 5 minus 1, so 2 into h of 4. so h of 4 എവിടെ? here h of 4 is equal to okay, h of 4 is equal to 0.3183. okay, 0.3183. so 2 into h of 4, so 2 into 0.3183 we get 0.6366. then a of 2 n equal to 2 കൊടുക്കുക. a of 2 is equal to 2h into 5 minus 2, that is 5 minus 2 പറയുമ്പോൾ 3, so 2 of h3. h of 3 എന്താ? h of 3 is equal to 0 ആണ്. h of 3 is equal to h of 7 is equal to 0 ആണ്. so h of 3 equal to 0 പറയുമ്പോൾ 0 into 2 that is 0. so a of 2 0. then a of 3 is equal to 2 into h of 5 minus 3, that is h of 2. then we have h of 2 is equal to minus 0.106. so minus 0.106 into 2, that is minus 0.212 into 2 ചെയ്ത 0.212 കിട്ടി. then അതുപോലെ തന്നെ a of 4 കാണാം, that is h of 1 0 ആയതുകൊണ്ട് 0. a of 5 വരുമ്പോൾ h of 0 എന്ന് പറഞ്ഞ ഇവിടെ പോയിന്റ് ഇതാണ്. ഇതേ ഇൻറ്റു 2 ചെയ്യുക, ഇത് ഇൻറ്റു 2 ചെയ്താൽ 0.127 കിട്ടി. സോ എന്റെ വാല്യൂസ് കിട്ടി. ഇത് ഫ്രീക്വൻസി റെസ്പോൺസ് കാണാൻ വേണ്ടി കേട്ടോ, എ ഓഫ് എൻ ഇൻറ്റു കോസ് ഒമേഗ എന്നുള്ള വാല്യൂ. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എച്ച് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഈക്വേഷനിലോട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് എ ഓഫ് എൻ കോസ് ഒമേഗ n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എ ഓഫ് എൻ കോസ് 0 പറഞ്ഞാൽ 1 ആണ്. സോ എ ഓഫ് 0 നമുക്ക് കിട്ടിയത് 0.5. സോ 0.5 ഇൻറ്റു 1 0.5 പ്ലസ് n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കോസ് ഒമേഗ, n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കോസ് ഒമേഗ, ദാറ്റ് ഈസ് എ ഓഫ് 1 ഇൻറ്റു കോസ് ഒമേഗ. എ ഓഫ് 1 ആകുമ്പോൾ 0.6366, സോ 0.6366 ഇൻറ്റു കോസ് ഒമേഗ. ദെൻ നെക്സ്റ്റ് n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എ ഓഫ് 2 0 ആണ്. സോ 0 ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ എ ഓഫ് 3 n ഈക്വൽ ടു 3,
സോ F3ന്റെ മൈനസ് വാല്യൂ -212 cos omega 3 അങ്ങനെ ഇത് വാല്യൂസ് കാണാം. ദിസ് ഇസ് കാൾഡ് h bar of e raised to j omega. ഓക്കെ, ദിസ് ഇസ് ദ ഫൈനൽ ഇക്വേഷൻ. ഇനി h bar of e raised j omega നമുക്ക് ഡി ബിയിലാണ്. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് e raised j omega ഇൻ ഡി ബിയിൽ കാണണമെങ്കിൽ h മാഗ്നിറ്റ്യൂഡ് ഓഫ് e raised j omega ഡി ബി is equal to 20 log h bar of e raised j omega ഇങ്ങനെ എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫിഗർ വരച്ചാൽ ഫ്രീക്വൻസി ലോ പാസ് ഫിൽറ്ററിന്റെ ഫിഗർ. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ. ഫ്രീക്വൻസി റെസ്പോൺസ് ആകുമ്പോൾ ലോ ഫ്രീക്വൻസീസിനെ കടത്തിയെടുക്കും. സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ 0.5 പൈ. ഓക്കെ, പൈൻ്റെ ടേം വരുമ്പോൾ ഫസ്റ്റ് ടേം 0 വരുന്ന 0.5 ആണ്. സോ ദിസ് ഇസ് ഈ ഒരു കോളം നോക്കണ്ട, കൺഫ്യൂഷൻ ആവും. സോ ഇവിടുന്ന് നോക്കിയാൽ മതി. 0.5 ആണ് 0 വരുന്നത്. സോ ദിസ് ഇസ് 0.5 പൈ ആൻഡ് അങ്ങനെ ഒമേഗ കൊടുക്കുക. പിന്നെ ഒമേഗ വാല്യൂസ് ആണിത്. പൈയിലും അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഇ റേസ് ജെ ഒമേഗയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലോ പാസ് ഫിൽറ്ററിൽ ഇങ്ങനെ ഒരു ഫിഗർ വരും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലോ പാസ് ഫിൽറ്റർ. ഇനി നെക്സ്റ്റ് ഹൈ പാസ് ഫിൽറ്ററിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ലോ പാസ് ഫിൽറ്ററിനെ പോലെ തന്നെ ചെയ്യേണ്ടത്. ഹൈ പാസ് ഫിൽറ്റർ നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ KTA ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സെയിം വാല്യൂസ്. ഓക്കെ, സോ ഹൈ പാസ് ഫിൽറ്റർ വി ഹാവ് HD e raised to omega equal to 1 for pi by 4 less than is equal to mod omega less than is equal to 5. So mod omega ആണ്. സോ പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവും ആൻഡ് n equal to 11 തന്നെയാണ്. നമുക്ക് സെയിം ക്വസ്റ്റ്യൻ പ്ലോട്ട് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് പ്ലോട്ട് ചെയ്യണം. സെയിം പോലെ കാണണം. സോ ഫസ്റ്റ് നമുക്കറിയാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് HD of omega. ഇതിൽ നമുക്ക് എന്ത് കാണണം? HD of n കാണണം. സോ HD of n is equal to 1/2 pi integral minus pi to pi HD e raised to omega e raised to omega n d omega. That is equal to 1/pi to pi. ഓക്കെ, മൈനസ് പൈ ടു പൈ എന്നുള്ളത് ഇവിടെ നമുക്ക് എങ്ങനെ കാണണം? മോഡുലസ് ഓഫ് ഒമേഗ. അവിടെ മോഡ് ഇല്ലായിരുന്നു, വെറും ഒമേഗ. സോ മോഡുലസ് ഓഫ് ഒമേഗ ആകുമ്പോൾ മൈനസ് മുതൽ കാണണം. സോ -π/4 മൈനസ് പൈ. ഓക്കെ, ഈ ഒരു ഇങ്ങനെ ആക്സ് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തെറ്റ നോക്കുക. സോ മൈനസ് ഇതാണ്. ഓക്കെ, ഇതിന്റെ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് വരക്കണം? ഐഡിയൽ ലോ പാസ് ഫിൽറ്ററിന്റെ ഹൈ പാസ് ഫിൽറ്ററിന്റെ ഫിഗർ വരയ്ക്കുക. സോ -π ഇവിടുന്ന് +π to π/4ഉം +π/4 to പൈയും, അതായത് π/4 ആണ് സ്മോൾ വാല്യൂ, π/4 to പൈയും -π to -π/4ഉം, കാരണം മോഡുലസ് ആയതാണ്. സോ മോഡുലസ് ആയതുകൊണ്ട് +or-π to +or-π/4 ആണ്. സോ ഹിയർ -π to -π/4ഉം അതുപോലെ തന്നെ π/4 to പൈയും നമുക്ക് കാണണം. ഓക്കെ, ദിസ് ഇസ് ഹൈ പാസ് ഫിൽറ്റർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് ലിമിറ്റ് വരും. -π to π എന്നുള്ളിടത്ത് രണ്ട് ലിമിറ്റ് വരും. സോ 1/2 പൈ ഇൻറ്റു ഓൾ ഇൻറ്റു -π to -π/4 ഒരു ലിമിറ്റ് e raised to j omega and d omega പ്ലസ് π/4 to പൈ e raised j omega and d omega. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. -π to -π/4ഉം π/4 to പൈയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 1/2 പൈ ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം e raised j omega n ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക? e raised to j omega n by j n. ഇവിടെ അതുപോലെ തന്നെ e raised j omega n by j n. സോ j n രണ്ടിലും ബൈ വരും. സോ രണ്ടിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. സോ 1/2 പൈ j n by j n പുറത്തേക്ക് എടുത്തു. ഇവിടെ e raised j omega n ലിമിറ്റ് -π to -π/4 പ്ലസ് e raised j omega n ലിമിറ്റ് π/4 to പൈ. ഓക്കെ, ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. സോ 1/2 പൈ j. ഓക്കെ, 1/2 പൈ j n-നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ 2j-നെ ഞാൻ ബ്രാക്കറ്റിൽ ഇട്ട് എഴുതാം. കാരണം സൈൻ്റെ ടേം വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് പോയിക്കോളും, അല്ല ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. സോ 2j-ന്റെ ഞാൻ വേറൊരു പൈ എന്നിട്ടിട്ട് 2j-നെ സെപ്പറേറ്റ് ആയിട്ട് ബ്രാക്കറ്റിൽ ഇട്ടു. ഇൻറ്റു ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. e raised j omega n ഇൻറ്റു അപ്പർ ലിമിറ്റ് -π/4. സോ -j π/4n. സോ -j π/4n മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് e raised to -j πn e raised -j πn പ്ലസ് ഈ പ്ലസ് ദെൻ ഇതിന്റെ അപ്പർ ലിമിറ്റ് e raised to j πn മൈനസ് ലോവർ ലിമിറ്റ് e raised to j π/4n. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, e raised to മൈനസ്, ഓക്കെ ഈ ഒരു പോർഷൻ എടുക്കാം. ഓക്കെ, ഈ സെൻട്രൽ പോർഷൻ ദാറ്റ് ഈസ് e raised to j πn മൈനസ് e raised to -j πn ദാറ്റ് ഈസ് 2j sin πn. ഓക്കെ, അപ്പൊ 2j-നെ ഞാൻ രണ്ടിനും കൂടി പുറത്തെടുക്കാം. സോ 2j sin πn. സോ sin πn ഇവിടെ ഉണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് ഈ ടേമും ഈ ടേമിൽ നിന്നും ഒരു മൈനസ് പുറത്തെടുക്കാം. ഓക്കെ, മൈനസ് ആ മൈനസ് ഇവിടെ കൊടുക്കുക.
മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് ഇ റേസ് ടു ജെ പൈ എൻ ബൈ 4 മൈനസ് പുറത്തെടുക്കുമ്പോൾ ഈ പ്ലസ് എന്തായി മാറും മൈനസ്. സോ ഇ റേസ് ടു j pi n by 4 minus e raised to minus j pi n by 4. That is also 2j sin n pi by 4 കിട്ടും. സോ ഇവിടെയും 2j ഉണ്ട്, ഇവിടെയും 2j ഉണ്ട്. ആ 2j ഞാൻ പുറത്തെടുക്കുമ്പോൾ ഈ പുറത്തുള്ള 2jയും ഈ 2jയും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇവിടെ കിട്ടും സൈൻ പൈ എൻ, ഓക്കെ, സൈൻ പൈ എന്ന് കിട്ടും. ഇവിടെ അതുപോലെ മൈനസിനെ പുറത്തെടുക്കുമ്പോൾ മൈനസ്, ഇവിടെ മൈനസ് വരും. സോ മൈനസ്, അല്ലെങ്കിൽ ഈ ടേമിൽ മൈനസ് വരാൻ പാടില്ല, ഈ ടേം പ്ലസ് വരണ്ടേ, ഇ റേസ് ടു ജെ പ്ലസ് എന്ന് വരുന്ന ടേം പ്ലസ് വരണ്ടേ. സോ ഇതിന് മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇവിടെ പ്ലസ് വരും, ഇവിടെ അതുപോലെ മൈനസ് വരും. സോ ഇ റേസ് ജെ പൈ എൻ ബൈ 4 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ പൈ എൻ ബൈ 4, ദാറ്റ് ഈസ് 2j സൈൻ എൻ പൈ ബൈ 4 കിട്ടും. സോ 2j ക്യാൻസൽ ചെയ്തപ്പോൾ സൈൻ എൻ പൈ ബൈ 4 കിട്ടി. സോ ദിസ് ഇസ് ദ എച്ച് ഡി ഓഫ് എൻ, that is 1 by pi n sin pi n minus sin pi by 4 n. Okay, n ന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, എച്ച് ഡി എഫ് എൻ ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഇതിനെ ട്രങ്കേറ്റ് ചെയ്യണം. സോ ട്രങ്കേറ്റ് ചെയ്യാൻ ഇൻ ദ സെൻസ് എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഫോർ എൻ ലെസ് ദാൻ ഇസ് ഈക്വൽ ടു 5. സെയിം പോലെ എഴുതുക 0. ദെൻ ഇത് ഈക്വൽ ടു എച്ച് ഓഫ് എൻ കിട്ടി നമുക്ക്. ഇനി ഇതിൽ നമുക്ക് എച്ച് ഓഫ് 0 കാണണം. എച്ച് ഓഫ് 0 കാണണമെങ്കിൽ എൻ ഈക്വൽ ടു 0 കൊടുക്കുക. സോ ലിമിറ്റ് എൻ ഈക്വൽ ടു 0 സൈൻ പൈ എൻ മൈനസ് സൈൻ പൈ എൻ ബൈ പൈ, ഈ പൈ എന്നെ രണ്ടോട്ടും കൊടുക്കുക. സോ സൈൻ പൈ എൻ ബൈ പൈ എൻ മൈനസ് ലിമിറ്റ് എൻ ഈക്വൽ ടു 0 സൈൻ പൈ ബൈ 4 എൻ ബൈ പൈ എൻ. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടിനും ലിമിറ്റ് സെപ്പറേറ്റ് കൊടുത്തു. എൻ ഈക്വൽ ടു ഈ ഒരു ലിമിറ്റ്, ഇത്രയും ലിമിറ്റ് ഒന്ന് കൊടുക്കും, ദെൻ സെപ്പറേറ്റ് ഇത്രയും ലിമിറ്റ് പൈ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. സോ സൈൻ എൻ ലിമിറ്റ് എൻ ടെൻസ് ടു 0 സൈൻ പൈ എൻ ബൈ പൈ എൻ മൈനസ് ലിമിറ്റ് എൻ ടു 0 സൈൻ പൈ ബൈ 4 എൻ ബൈ പൈ എൻ. ഇത് സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള സെയിം പോലെയാണ് അല്ലേ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ജനറൽ ആയിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള ഫോം സൈൻ എൻ തീറ്റ ബൈ തീറ്റ ആണ്, എൻ ഇവിടെ വരും എന്നാണ്. സോ സൈൻ എൻ പൈ എൻ പൈ എൻ, സോ സൈൻ 1/4 പൈ എൻ സൈൻ പൈ എൻ. സോ സൈൻ എൻ തീറ്റ ബൈ തീറ്റ എൻ ആണ് ഇവിടെ വരിക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 1/4 ഉണ്ട്. ഓക്കെ, ഈ ഒരു ടേം നമുക്ക് 1 ആണെന്ന് അറിയാം, ഓൾവേസ് സൈൻ തീറ്റ ബൈ തീറ്റ. സോ 1 കിട്ടി. ഈ ഒരു ടേമിനെ നമ്മൾ നേരത്തെ ചെയ്തത് ബൈ 4ഉം ചെയ്യുക ഇൻറ്റു 4ഉം ചെയ്യുക. സോ 1/4 ഇൻറ്റു ഇവിടെ ഒരു ബൈ 4 ചെയ്ത് 1/4 ആ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ജനറൽ ഇക്വേഷൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം, സൈൻ എൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു എൻ ആണെന്ന്. ഓക്കെ, അതുപോലെയാണ് ഇവിടെ സൈൻ 1/4 തീറ്റ ബൈ തീറ്റ പൈ എൻ. സോ 1/4. സോ 1 മൈനസ് 1/4 കിട്ടും. സോ 1 മൈനസ് 1/4 ഈസ് 0.75, 3/4 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടി. ഇനി എച്ച് ഓഫ് 0 കിട്ടി. ഇനി എച്ച് ഓഫ് 1 എച്ച് ഓഫ് 2 ഒക്കെ കാണണം. സോ എച്ച് ഓഫ് 1 ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് 1 ഈക്വൽ ടു എൻ ഈക്വൽ ടു 1 കൊടുക്കുക. സോ എൻ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ സൈൻ ഇവിടെ എൻ ഈക്വൽ ടു 1 കൊടുക്കുക. സോ പൈ നമുക്ക് ഓൾ ഡിനോമിനേറ്റർ കൊടുക്കാം, ഓൾ ഡിനോമിനേറ്റർ പൈ എന്ന് കൊടുക്കാം. എൻ ഈക്വൽ ടു 1 എടുക്കുമ്പോൾ സൈൻ പൈ മൈനസ് സൈൻ പൈ ബൈ 4 കിട്ടും. സോ സൈൻ പൈ എന്ന് പറയുമ്പോൾ 0 ആണ്. സോ മൈനസ് സൈൻ പൈ 0 ആവും. സോ മൈനസ് സൈൻ പൈ ബൈ 4 ബൈ പൈ വരും. സോ മൈനസ് സൈൻ പൈ ബൈ 4ന്റെ വാല്യൂ ബൈ പൈന്റെ വാല്യൂ ഇങ്ങനെ കിട്ടും, മൈനസ് 0.225. ദെൻ എച്ച് ഓഫ് 2 ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് 2 ഇസ് ഈക്വൽ ടു എൻ ഈക്വൽ ടു 2 കൊടുക്കുക. സോ 2 പൈ വരും, സൈൻ 2 പൈയും 0 ആയി പോകും. സോ സൈൻ പൈ ബൈ 2 എന്ന് പറയുമ്പോൾ 1 ആണ് വരുന്നത്. സോ സൈൻ പൈ ബൈ 2 1 വരുമ്പോൾ മൈനസ് 1/2 പൈന്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. ഓക്കെ, മൈനസ് 0.159. Then h of 3 is equal to h of minus 3 sin 3 pi ആണ്. sin 3 pi എന്ന് പറയുമ്പോഴും ഇവിടെ 0 ആ വരിക, ഈ ഒരു ടേമേ വരുന്നുള്ളൂ. അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ വാല്യൂ കിട്ടും. ദെൻ h of 4 is equal to h of minus 4. 4 കൊടുക്കുകയാണെങ്കിൽ sin 4 pi minus sin pi, രണ്ടും പൈ വന്നു. സോ sin പൈയും 4 പൈയും 0 ആണ്, sin പൈയും 0 ആണ്. സോ ദ വാല്യൂ ഇസ് 0. ദെൻ h of 5 is equal to h of minus 5. 5 പൈയും 5 പൈ ബൈ 4ഉം 5 പൈ ഈ ടേം 0 ആയിട്ട് പോകും. ഈ ഒരു ടേമിന് പകരം നമുക്ക് കിട്ടുന്നത് ഓക്കെ മൈനസ് വരും. സോ മൈനസ് പ്ലസ് ആയി മാറും. സോ 0.045 കിട്ടും. സോ എച്ച് ഓഫ് 1 എച്ച് ഓഫ് 2 എച്ച് ഓഫ് 3 എച്ച് ഓഫ് 4 എച്ച് ഓഫ് 5 വരെ നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഫിൽട്ടർ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, എച്ച് ഓഫ് സെഡ് കാണണം. സോ എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 0 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to n minus 1/2 എച്ച് ഓഫ് എൻ സെഡ് ഓഫ് Zn plus Z minus n ആണ്. സോ എച്ച് ഓഫ് 0ന്റെ വാല്യൂ നമ്മൾ ഓൾവേസ് കണ്ടു 3/4, ദാറ്റ് ഈസ് 0.75 പ്ലസ് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ 0.75 പ്ലസ് എച്ച് ഓഫ് 1, എച്ച് ഓഫ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് ഇതാണ്. സോ മൈനസ് ഇതേ ഇൻറ്റു സെഡ് പ്ലസ് സെഡ് ഇൻവേഴ്സ് എച്ച് ഓഫ് 2 കൊടുക്കുക. എച്ച് ഓഫ് 2ന് ഈ വാല്യൂ കിട്ടും, -159 ഇൻറ്റു സെഡ് സ്ക്വയർ സെഡ് ഇൻവേഴ്സ് എച്ച് ഓഫ് 3ന്
ഈ വാല്യൂ കൊടുക്കുക. HF4 0 ആണ്. അപ്പോൾ HF4ന്റെ ടേം ഇല്ല. HF5ന് 0.045 ഇൻറ്റു Z5 പ്ലസ് Z-5. ഓക്കെ, HFZ കിട്ടി. ഇനി HFZ കിട്ടണമെങ്കിൽ റിയലൈസബിൾ ആവാൻ Z⁻5 കൊണ്ട്, അതായത് -n−1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈ ഒരു ടേമിനെ Z⁻5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ ഒരു ഫുൾ ടേമിനെ Z⁻5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂ കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുക അല്ലേ. സോ HF0 HF10 സെയിം കോഎഫിഷ്യൻ്റ് ആവും 0.045. അങ്ങനെ എല്ലാത്തിൻ്റെയും HF4 0 അല്ലേ, HF4ഉം HF8 അല്ല HF1ഉം HF0യും 0 ആയിട്ട് ഒരു ടേം എന്തായാലും 0 ആവും. കാരണം HF-5, അതായത് ഇവിടെ 4 വരുന്ന ടേം ഇവിടെ -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, -1ഉം അതുപോലെ തന്നെ 9ഉം വരും. സോ ആ ഒരു ടേം 0, ബാക്കിയെല്ലാം വാല്യൂസ് ഉണ്ടാവും. എന്നിട്ട് അവിടെ ചെയ്ത പോലെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം h bar of e raised j omega കാണാം. h bar of e raised j omega n equal to 0 to n-1/2 a of n cos omega n. ഈ ഒരു രീതിയിലാണ് h bar of omega കാണാം. a of n കാണാൻ h of n-1/2, that is h of 5. സോ a of 0 കിട്ടി. a of 0 കാണാൻ a of n കാണാൻ 2h into n-1/2 -1 ആണ്. സോ a of 1 a of 2 a of 3 അങ്ങനെ a of 5 വരെ കാണാം. a of 4 നമുക്കറിയാം 0 ആണ്, കാരണം h of 4 0 കിട്ടി. ഓക്കെ, HF1 0 ആണ് ഇവിടെ കിട്ടിയത്. സോ HF1ന്റെ ഇവിടുത്തെ വാല്യൂ 0 ആയതുകൊണ്ട് AF4 ഇവിടെ 0 ആണ് കിട്ടിയത്. ദെൻ നെക്സ്റ്റ് എൻ്റെ വാല്യൂ കണ്ടതിന് ശേഷം h bar of e raised j omegയിലോട്ട് ഇതിലോട്ട് എൻ്റെ വാല്യൂസ് ഇടുക. സോ 0.75 മൈനസ് എനിക്ക് 1 ആവുമ്പോൾ -4.5 ഇൻറ്റു കോസ് ഒമേഗ, 2 ആവുമ്പോൾ -3.318 ഇൻറ്റു കോസ് 2 ഒമേഗ, അങ്ങനെ കിട്ടി. ഓക്കെ, h bar of omega കിട്ടി. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഹൈ പാസ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഫിഗർ വരയ്ക്കുക. ഹൈ പാസ് ഫിൽറ്റർ നമുക്ക് എങ്ങനെയാ, ഹൈ ഫ്രീക്വൻസി മാത്രം പാസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഹൈ പാസ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, സോ ദാറ്റ്സ്. ഇനി നമുക്ക് ബാൻഡ് പാസ് ഫിൽറ്ററും ബാൻഡ് റിജക്ട് ഫിൽറ്ററും ഉണ്ട്. സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.